ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. കഴിഞ്ഞ 28 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായം അതിൻ്റെ 19 വരെയുള്ള വാക്യങ്ങളും നാം വായിച്ച് അതിൽ നിന്നും ചെറിയ ചിന്തകൾ നമുക്ക് പങ്കുവെക്കുന്നതിനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് അതിൻ്റെ 20-ാം വാക്യം വായിച്ച് അതിൽ നിന്നും അല്പം ആലോചന നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. 20-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത് തുയത്തര സഭയുടെ നല്ല പ്രവർത്തികളെ കർത്താവ് ചൂണ്ടിക്കാണിക്കുകയും അതിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. അവർ കടന്നുപോയതായ, അവർ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതായ ആ നല്ല പ്രവൃത്തിയെ കർത്താവ് അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രകീർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ 20-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതേ സഭയെ തന്നെ അവരുടെ ഒരു കുറ്റം, അതിൻ്റെ ആ കുറ്റത്തിൻ്റെ ആ പ്രാധാന്യത, ആ വലിപ്പം അത് ഇവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ആ 20-ാം വാക്യം അതാണ്, ആ സന്ദേശമാണ് നമ്മെ ഓർപ്പിക്കുന്നത്. എന്താണ് അവരുടെ കുറ്റം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു? ഇസബേൽ എന്ന സ്ത്രീയെ സഭ അനുവദിക്കുന്നു എന്നുള്ളതാണ്. സകല ദുഷ്ടതയുടെയും പ്രതീകമായിട്ടാണ് ഈ സ്ത്രീയെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവൾ ചെയ്തു പോകുന്ന സകല ദുഷ്ടതയും സഭ അനുവദിക്കുന്നു എന്ന് മാത്രമല്ല, അതിനെതിരായ ഒരു നടപടിയും സഭ എടുത്തിട്ടില്ല എന്ന വസ്തുതയും ഈ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് അവരുടെ ദുഷ്ടതയെന്ന് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദുർനടപ്പ് ആചരിക്കുകയും വിഗ്രഹാർപ്പിതം തിന്നുവാൻ ദൈവജനത്തെ ഉപദേശിക്കുകയും അവരെ തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ സ്ത്രീ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇസബേൽ എന്ന സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആരാണ് ഈ ഇസബേൽ എന്ന സ്ത്രീ? സീദോന്യ രാജാവായ ഏത്ബാലിൻ്റെ മകളാണ്. അവർ സേവിച്ചു വരുന്നത് ബാലിനെയാണ്. ബാലിന് ബലി നടത്തി ആ നിലയിലുള്ള വിഗ്രഹ ആരാധനയാണ് അവർ ചെയ്തു പോന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജാവിൻ്റെ മകളാണ് ഈ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ. ഇസ്രായേലിലെ രാജാവായ ആഹാബ്
ചെയ്ത പാപങ്ങളുടെ പട്ടികയിൽ ഏറ്റവും വലിയ ഒരു പാപമായിട്ട് ഈസബേലിനെ ഭാര്യയായി എടുത്തതിനെക്കുറിച്ച് ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സംഭവം 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. അപ്പോൾ ആഹാബ് എന്ന രാജാവ് അവൻ ദൈവത്തെ കോപിപ്പിക്കത്തക്കവണ്ണം അധികം ദോഷം പ്രവർത്തിച്ച് മുന്നോട്ട് പോയ ഒരു രാജാവാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ആ രാജാവ് ഈ സ്ത്രീയെ ഭാര്യയായി എടുത്തു എന്നുള്ളത് അവിടെ അത് ഭയാനകമായ ഒരു കുറ്റമായിട്ട് അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഈ ഈസബേൽ എന്ന സ്ത്രീ ചെയ്തതായ ചില വേദഭാഗങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും ബലിപൂജ നടത്താനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ആ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ഉപദേശം നമുക്കറിയാം, ആ അന്നത്തെ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിച്ചു വന്നിരുന്ന ജനത്തെ വ്യതിചലിപ്പിച്ചുകൊണ്ട് റോമാ മതത്തിൻ്റെ വളർച്ച അന്നത്തെ സഭയിൽ കയറിക്കൂടുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ യേശു കർത്താവിനേക്കാൾ അധികം മഹത്വം അല്ലെ അമിത പ്രാധാന്യം മറിയയ്ക്ക് അവിടെ കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മറിയ ആരാധന ഈ സഭയിൽ കടന്നുകൂടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇത്തരം തെറ്റായ ഉപദേശം സഭയിൽ വളർന്നു വരുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ ഉപദേശങ്ങളെ സഭ അതിനായിട്ട് ഒരു നടപടിയെടുക്കുകയോ അതിനെ അകറ്റിക്കളയുകയോ അല്ലെ നീക്കിക്കളയുകയോ ചെയ്യുവാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ഈ വലിയൊരു കുറ്റം. രണ്ടാമതായിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 3-ൽ പറയുന്ന പുളിമാവിൻ്റെ ഓമയിലെ ഒരു സ്ത്രീ തെറ്റായ ഉപദേശത്തിൻ്റെ ഒരു ചിത്രമായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന, അവൾ അല്പം പുളിമാവ് കൊണ്ട് 3 പറ മാവിനെ പുളിപ്പിച്ചു എന്ന് കാണുന്നു. അപ്പോൾ ഈ പുളിമാവ് എന്നുള്ളത് ദുരുപദേശത്തെയാണ് കാണിക്കുന്നത്. അതിന് അല്പം പുളിമാവ് അല്ലെങ്കിൽ അല്പമായിട്ട് അതിന് നമ്മളൊരു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് സഭയെ മൊത്തമായിട്ട് നശിപ്പിച്ച് കളയുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ പുളിമാവ് നമുക്ക് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് പരീശന്മാരുടെ ദുരുപദേശത്തെയാണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതും സഭയെ നശിപ്പിക്കുന്നതാണ്. പിന്നീട് നമുക്ക് ഈ ഇസബേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗം 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അവൾ ചെയ്തതായ മറ്റൊരു വലിയൊരു പാപത്തെക്കുറിച്ച് അവിടെ കാണുന്നുണ്ട്. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കേണ്ടതിന് അവനെ കൊല്ലിച്ചതായിട്ട് നമുക്ക് ആ ഭാഗത്ത് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം, യഹോവയുടെ പ്രവാചകന്മാരെ അധികം പേരെ കൊന്നൊടുക്കി ഏലിയാവിനെയും കൊല്ലുവാൻ ആവും വിധം ശ്രമിച്ചതായിട്ട് ആ 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 19-ാം അധ്യായമൊക്കെയും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ദുഷ്ടതയുടെ ഒരു പ്രതീകമായിട്ട് ഈ സ്ത്രീയെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ദുഷ്ടതയെ തുയത്തര സഭ അനുവദിക്കുന്നു എന്ന ഭയാനകമായ ഒരു കുറ്റമാണ് സഭാകാന്തൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിലും ഇങ്ങനെ തെറ്റായ ഉപദേശങ്ങളും തെറ്റായ ഉപദേശങ്ങൾ അനവധി മുളച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്.
ഇങ്ങനെയുള്ള ഉപദേശങ്ങൾക്ക് സഭ അനുവദിക്കുന്നു എങ്കിൽ അത് ദൈവസഭയെ ഇല്ലാതാക്കുകയും നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ തെറ്റായ നടപടികളെ പ്രാരംഭത്തിൽ തന്നെ അത് പാടെ നീക്കിക്കളഞ്ഞ് അതിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത് ദൈവജനമായ അല്ലെങ്കിൽ സഭയുടെ നേതൃത്വം അതിന് മുൻതൂക്കം കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ഒരു ഉപദേശം കൂടെ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് ഈ സന്ദേശത്തിൽ കൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട്, ദൈവസഭയുടെ അനുഗ്രഹത്തിനായിട്ട്, അതിൻ്റെ സാക്ഷ്യം പുലർത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമുക്കൊരുമിച്ച് നിലനിൽക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.